എൻ്റെ അഗൻസ്റ്റുള്ള ആരോപണങ്ങളും എല്ലാം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് അത് അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പ്ലസ് വേറൊരു ഇൻഫർമേഷനും കൂടെ പാസ് ഓൺ ചെയ്യാനാണ്. എൻ്റെ ഒബയോസി സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്ന 3 കുട്ടികൾ, വിനിത, ദിവ്യ, രാധു, ഈ 3 പേരും അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടായിരുന്നു. QR കോഡ് വഴി പണം തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള ഇഷ്യൂസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേസ് കൊടുത്തു, അവർ കൗണ്ടർ കേസ് കൊടുത്തു. സോ അത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിത് കണ്ടുപിടിച്ച ദിവസം രാത്രി ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ആസ്കിങ് ഫോർ ഹെൽപ്പ്. ഇതുപോലെ ആരെങ്കിലും ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് ഇവർ ചെയ്യാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു. അതിൻ്റെ പിന്നാലെ ഒത്തിരി പേരുടെ പറഞ്ഞാൽ ഒത്തിരി പേരുടെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈവൻ ടുഡേ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അവരിതുപോലെ നമ്മുടെ നിന്ന് ക്യാഷ് ഇൻസിസ്റ്റ് ചെയ്തു, ഇവരുടെ അക്കൗണ്ടിലോട്ട് അയക്കാൻ പറഞ്ഞു. ഇതുപോലെ ഒത്തിരി കംപ്ലയിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൈസ മുഴുവൻ ഇവരുടെ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവരെ എന്നെയും നിങ്ങളെയുമാണ് സ്കാം ചെയ്തത്. എന്നെ സ്കാം ചെയ്തതും എൻ്റെ കമ്പനിയെ സ്കാം ചെയ്തതും നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളെ സ്കാം ചെയ്തത്, നിങ്ങളെ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒബയോസിലെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് വിശ്വസിച്ച് എനിക്ക് പേയ്മെന്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ഞാൻ ബിസിനസ്സിൽ രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് എനിക്ക് തരേണ്ട പൈസ ഇവർ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാവരെയും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞാനൊരു മെയിൽ ഐ ഡിയും ഈ ഒരു പോസ്റ്റിന്റെ അടിയിൽ ഇടുന്നുണ്ട്. ആ ഒരു മെയിൽ ഐ ഡി ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മുടെ മ്യൂസിയം സ്റ്റേഷനിലുള്ള മെയിൽ ഐ ഡി ആണിത്. shomsm.tvm.pol@kerala.gov.in മെയിൽ ഐ ഡി ഞാനിവിടെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മ്യൂസിയം സ്റ്റേഷനിൽ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള മെയിൽ ഐ ഡി ആണ്. എനിക്കറിയാം കസ്റ്റമേഴ്സിന് ആർക്കും ഡയറക്റ്റ്ലി അവിടെ പോയി കേസ് കൊടുക്കാൻ ഇപ്പം നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട വരും. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെയും സ്കാം ചെയ്തിട്ടുണ്ട്, എന്നെയും സ്കാം ചെയ്തിട്ടുണ്ട്. ഇവരുടെ പേരിൽ ഫ്രോഡ് കേസ് നിങ്ങൾക്കും ഫയൽ ചെയ്യാമെന്നുള്ളതാണ്. ഈ പറയുന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾ വിത്ത് പ്രൂഫ്, അതായത് നിങ്ങൾക്ക് അവിടെ ഉണ്ടായ അനുഭവവും പ്ലസ് സ്ക്രീൻഷോട്ട്, ഇപ്പോൾ ദിവ്യ ഫ്രാങ്ക്ലിന്റെ അക്കൗണ്ട് ആണോ, വിനിത ആദർശിന്റെ അക്കൗണ്ട് ആണോ, രാധു മനോജിന്റെ അക്കൗണ്ട് ആണോ എന്നുള്ളത് വിത്ത് പ്രൂഫ്, എത്ര രൂപയാണ് എന്നുള്ളത്, അതിന് അവിടെ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെ വെച്ചിട്ട് ഇവരുടെ അഗേൻസ്റ്റ് ഒരു ഫ്രോഡ് കേസ് നിങ്ങൾക്കും കൊടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, ഇഫ് യു ജോയിൻ മീ ഇൻ ദിസ് ജേർണി ഇറ്റ് വുഡ് ബി ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ്. കാര്യം ഞാൻ എൻ്റെ കേസ് കൊടുത്തു കഴിഞ്ഞു, നിങ്ങളുടെ കേസ് നിങ്ങൾ തന്നെ കൊടുക്കണം. എന്നാലേ ഇതിനകത്ത് നമുക്ക് ട്രൂത്ത് വെളിയിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ജസ്റ്റിസ് ഷുഡ് ബി സെർവ്ഡ് ആസ് സൂൺ ആസ് പോസിബിൾ. നമുക്ക് ക്രിമിനൽസിനെ മുന്നിൽ കൊണ്ടുവരണം, എല്ലാവരുടെയും മുന്നിൽ വരെ കൊണ്ടുവരണം. അതിന് വേണ്ടിയാണ് ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഐ റിയലി ഹോപ്പ് നിങ്ങളും ആ ഒരു ഫ്രോഡുലന്റ് കേസ് നിങ്ങളും കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ താഴെ പറഞ്ഞിരിക്കുന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ കേസ് വിത്ത് പ്രൂഫ്, സ്ക്രീൻഷോട്ട്സ്. ഇതിനുശേഷം ദിയാകൃഷ്ണ മാധ്യമങ്ങളോട് പറഞ്ഞതും കൂടെ നമുക്ക് കേൾക്കാം. പ്രധാനമായും 2-3 ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഒന്ന്, ജോലി സമയം കഴിഞ്ഞിട്ടും ജോലി ചെയ്യിപ്പിക്കുകയും വലിയ ധാർഷ്ട്യത്തോടെയും വലിയ മാടമ്പിത്തരത്തോടും കൂടിയാണ് പെരുമാറുന്നത് എന്നതായിരുന്നു ഒരു പ്രധാനമായി ആരോപിക്കുന്നത്. കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ച് ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നുണ്ടായിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. നമുക്കവിടെ വന്നു പോകുന്ന കസ്റ്റമേഴ്സ് കുറെ പേര് എൻ്റെ പേഴ്സണലി വന്ന് പറയുന്ന ഒരു കംപ്ലൈന്റ്, ഇവര് കസ്റ്റമർ സർവീസ് മോശമാണ്, നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവരൊന്നും കാണിക്കാൻ റെഡിയല്ല, നമ്മൾ ഇറങ്ങിപ്പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ഭാവം ഇവർക്കുണ്ട് എന്നുള്ളത് ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു 100 പേര് പറയുന്ന കേട്ടിട്ട് അവസാനം ഞാൻ ഇവരോട് ചോദിച്ചെന്നുള്ളത് ശരി തന്നെയാണ്. എടോ, എന്താണ് നിങ്ങൾ കസ്റ്റമേഴ്സിനോട് ഇങ്ങനെ പെരുമാറുന്നത്? കാരണം നിങ്ങളെ കുറിച്ചാണ് ഗൂഗിൾ റിവ്യൂവിൽ വരെ വരുന്നത് കസ്റ്റമർ സർവീസ് മോശം. ബിക്കോസ് ഞാൻ കസ്റ്റമറായിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നില്ല. അപ്പൊ ഈ കസ്റ്റമർ സർവീസിന് ഉദ്ദേശിക്കുന്ന എന്നെ അല്ല എന്നുള്ളത് എനിക്ക് പിടികിട്ടും. അപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത്, ചേച്ചി നമ്മൾ വളരെ മാന്യമായിട്ട് എല്ലാവരോടും സംസാരിക്കുന്നത്, അങ്ങനെ ഇങ്ങനെ. അപ്പം നമ്മളും CCTVയിൽ അവസാനം എടുത്തു നോക്കുമ്പോഴും ഇവർ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഫോണിൽ നോക്കിയാണ് നിൽക്കുന്നത്, ഇവർക്കും ഒരു താല്പര്യമില്ലാത്ത പോലെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പിടികിട്ടി കസ്റ്റമേഴ്സ് പറയുന്നതിലും കാര്യമുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു തർക്കം നമ്മൾ തമ്മിൽ ഇതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഓഫീസിലുള്ള നോർമൽ തർക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാന്യമായിട്ട് പെരുമാറണം. ഏതൊരു കസ്റ്റമർ വന്നാലും നമ്മൾ നിൽക്കുന്ന നമുക്കൊരു പ്രസന്റബിൾ ഒരു രീതിയുണ്ട്. അത് കാണുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ ഒരു മേടിക്കാൻ തോന്നും. നമ്മൾ പ്രസന്റബിൾ ആയിരിക്കണം. അത് ഏത് കടയിൽ പോയാലും അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ പ്രസന്റബിൾ അല്ലെങ്കിൽ നമുക്ക് മേടിക്കാൻ തോന്നില്ലല്ലോ. അത് ഞാൻ ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അതിവര് ശരിയെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം തൊട്ട് അതല്ല ചെയ്തിട്ടുമുണ്ട്. ഈ QR കോഡ് മാറ്റി വെക്കാൻ നിങ്ങളാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തുകയും ആ പൈസ ക്യാഷായി നിങ്ങൾക്ക് തരികയും ചെയ്യുകയാണ്. അത് അക്കൗണ്ട് ടാക്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഉൾപ്പെടെയാണ് അങ്ങനെ ഒരു ആവശ്യം അവർ ഉന്നയിച്ചതെന്നുള്ളതാണ്. അത് 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ QR കോഡ് മാറ്റി വെക്കണം എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അറ്റ് ദ ഫസ്റ്റ് പ്ലേസ്
ആ ഷോപ്പിൽ ആ QR കോഡ് വെക്കേണ്ട ആവശ്യം എനിക്കില്ല. ആണല്ലോ, അതിപ്പോ ആരെങ്കിലും കണ്ടാതെ എനിക്ക് അവർ പേ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ. QR കോഡ് എനിക്ക് എന്റെ വീട്ടിൽ വെച്ചാൽ മതിയല്ലോ. QR കോഡ് വളരെ വ്യക്തമായി കാണുന്നത് പോലെ അവിടുത്തെ ബില്ലിംഗ് ഡെസ്കിൽ വെച്ചിട്ടുണ്ട്, വന്ന് കയറുമ്പോൾ കാണുന്ന പോലെ. ഇവര് ഫസ്റ്റ് രാവിലെ ചെന്ന് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ രജിസ്റ്റർ ഒക്കെ എടുക്കാൻ ഞാൻ പറഞ്ഞു. അവർ വരുന്നവരുടെ പേരും കോൺടാക്ട് നമ്പർ, ബിക്കോസ് നമുക്ക് നല്ല നല്ല പ്രീമിയം കസ്റ്റമേഴ്സിനെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ ഫസ്റ്റ് വന്ന് കയറുന്നത് ഇപ്പൊ ഇതൊരു QR കോഡാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു രജിസ്റ്റർ ബുക്കിന് അവർ ആദ്യം എടുക്കുന്നു, ഈ QR കോഡിനെ ഇതിന്റെ അടിയിലാക്കുന്നു.